കള്ളുവിറ്റ കാശാണ് ശിവഗിരി മഠത്തിൻ്റെ അടിത്തറ, അല്ലാതെ അതിൻ്റെ സ്പിരിച്വൽ ഹൈറ്റൊന്നുമല്ല, ആത്മീയ ഗരിമയൊന്നുമല്ല എന്ന് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ ശിവഗിരി മഠത്തിന് മുന്നിൽ ശ്രീനാരായണീയരുടെ ഉപവാസവും സർവമത പ്രാർത്ഥനയും മംഗളം എന്ന പത്രത്തിൻ്റെ പിൻപുറം പേജാണ് ആ വാർത്ത തന്നിരിക്കുന്നത്. ശിവഗിരി മഠവും സന്യാസിമാരും മദ്യലോബികളുടെ വലയിലാണെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് വർക്കല ശിവഗിരി മഠത്തിന് മുന്നിൽ 1000-ൽ പരം ശ്രീനാരായണീയർ ഉപവാസ സത്യാഗ്രഹവും സർവമത പ്രാർത്ഥനയും നടത്തി. സന്യാസ സമൂഹത്തെയും ശിവഗിരി മഠത്തെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് കിളിമാനൂർ ചന്ദ്രബാബു പറഞ്ഞ കാര്യവും ഈ വാർത്തയിൽ മംഗളം നമ്മോട് പറയുന്നു. CPI നേതാവ് AB ബർദാന് 90 വയസ്സ് തികഞ്ഞു. 90 വയസ്സ് തികഞ്ഞു എന്ന് പറയുമ്പോൾ 90 വർഷം അദ്ദേഹം ജീവിച്ചു, 90 വർഷത്തിന് മുമ്പ് ജനിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്നാൽ ഈ നവതി ദിനത്തിൽ ബർദാൻ പറഞ്ഞ ചില കാര്യങ്ങൾ പ്രത്യേക താല്പര്യത്തോടെ മാധ്യമം എന്ന പത്രം പൊതുവൃത്താന്തം പേജിൽ തരുന്നു. കൗതുകകരമാണ് ആ കാര്യങ്ങൾ കാണുക. അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചത് തെറ്റായിരുന്നുവെന്നും അതേ തുടർന്ന് പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകന്നു തുടങ്ങിയെന്നും ബർദാൻ പറയുന്നു. 96-ൽ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള അവസരം ഇടതു പാർട്ടികൾ കളഞ്ഞു കുളിച്ചത് വലിയ മണ്ടത്തരമായി. അന്ന് ജ്യോതി ബസു ഭരണം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ഇന്നത്തെ ഗതി വരുമായിരുന്നില്ല. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭാവി തന്നെ മറ്റൊന്നാകുമായിരുന്നു. ഇനി അങ്ങനെ ഒരു അവസരം വന്നു ചേരുക എളുപ്പമല്ല. 2009-ൽ ആണവ കരാറിനെ ചൊല്ലി UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതും തെറ്റായ തീരുമാനമായിരുന്നു. പാർട്ടിയുടെ തീരുമാനം ജനങ്ങൾ തള്ളുന്നതാണ് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകൾ കണ്ടത്. ഇന്ത്യൻ സാമൂഹികാവസ്ഥയിൽ ജാതിയുടെ സ്വാധീനം തിരിച്ചറിയുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരാജയപ്പെട്ടു പോകുന്നു എന്ന യാഥാർത്ഥ്യം 90ാമത് വയസ്സിൽ കണ്ടെത്തിയിരിക്കുന്നു മഹാനായ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ്. അവസരങ്ങൾ ചരിത്രത്തിൻ്റെ ഒഴുക്കിൽ നീന്തി വരും. അത് കൃത്യസമയത്ത് പിടിച്ചെടുക്കുക എന്നതാണ് ഒരു നല്ല കമ്മ്യൂണിസ്റ്റിൻ്റെ ലക്ഷ്യം എന്ന് ചെഗുവേര പറഞ്ഞിരിക്കുന്നത് ബർദാൻ ഓർക്കുന്നത് നല്ലതായിരിക്കും. പെൻഷൻ പ്രായം ഉയർത്തുമോ കേരളത്തിൽ? ഉയർത്തും എന്നാണ് ജനയുഗം എന്ന പത്രം അതിൻ്റെ അവസാന പുറത്ത് പറയുന്നത്. അങ്ങനെ ഉയർത്തരുത് എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നുണ്ട്. ഉയർത്തണമെന്ന് കോൺഗ്രസിൻ്റെ സംഘടനയായ NGO അസോസിയേഷനും പറയുമ്പോൾ സംസ്ഥാനത്ത് പെൻഷൻ പ്രായം ഉയർത്തുന്നു എന്ന് ജനയുഗം പറയുന്നു. അബ്ദുൽ ഗഫൂർ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ വഴി ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് തലയൂരാൻ സംസ്ഥാനത്ത് പെൻഷൻ പ്രായം ഉയർത്തുന്നു. നിലവിലുള്ള പെൻഷൻ പ്രായം 56-ൽ നിന്ന് 58 ആക്കാനാണ് അതേ സംബന്ധിച്ച ആലോചനകൾ. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പള്ളിയും അമ്പലവും ഒന്നും നിഷിദ്ധമാകുന്നില്ല എന്നാണ് മെട്രോ മനോരമയുടെ 1-ാം പേജിൽ നമ്മോട് പറയുന്നത്. ഇനി പാർട്ടിക്കാർ അമ്പലം പള്ളി കമ്മിറ്റികളിൽ അഭിപ്രായം പറയും, ഇടപെടുകയും ചെയ്യും. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ സജീവമായി പങ്കെടുത്ത് CPM ജില്ലാ ഘടകം അതിൻ്റെ നയമാറ്റം പ്രഖ്യാപിക്കുന്നു. GK രഞ്ജിത്ത് പറയുന്നത് കാണുക: ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആനപ്പുറത്ത് തിടമ്പേറ്റണ്ട, ഏരിയ കമ്മിറ്റി അംഗം പള്ളി കമ്മിറ്റികൾ അഭിപ്രായം പറയേണ്ട തുടങ്ങി പാർട്ടി വിലക്കുകൾക്ക് തൽക്കാലം വിട. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ സജീവമായി പങ്കെടുത്ത് CPIM ജില്ലാ ഘടകം നയം മാറ്റം പരസ്യമാക്കുന്നു. അടുത്തിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ മതചടങ്ങുകളിൽ CPM നേതാക്കളുടെ സജീവ സാന്നിധ്യം ആദ്യന്തം പ്രകടമായി. നവരാത്രി വിഗ്രഹ ആഘോഷയാത്രയ്ക്ക് ചരിത്രത്തിലാദ്യമായി കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നേമത്ത് സ്വീകരണം നൽകിയത് ഇതിൻ്റെ ഭാഗമാണെന്നാണ് കണക്കുകൂട്ടൽ. മതപരമായ ചടങ്ങുകൾ എതിർ പാർട്ടികൾ ഹൈജാക്ക് ചെയ്യുന്നതായും ചടങ്ങുകളിലെ വർദ്ധിച്ച ജനപങ്കാളിത്തവുമാണ് നിലപാട് മാറ്റത്തിന് കാരണമായിരിക്കുന്നത്. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം നഗരസഭ സ്വീകരണം നൽകിയപ്പോൾ നേമം ഗണപതി കോവിലിന് മുന്നിലായി എത്തിയ ദേവീ വിഗ്രഹങ്ങളെ തട്ടത്തിൽ പൂജാദ്രവ്യങ്ങളും പുഷ്പഹാരവുമായി എതിരേൽക്കുന്നത് മേയർ K ചന്ദ്രിക അടക്കമുള്ളവരാണ്. V ശിവൻകുട്ടി MLA സമീപത്ത് നിൽക്കുന്നുമുണ്ട്. ആ ചിത്രവും ഇന്ന് മനോരമ തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. മംഗൾയാൻ ബഹിരാകാശത്ത് കുതിക്കുമ്പോൾ ക്രയോജനിക് ശാസ്ത്ര സാങ്കേതികത്വം കൊണ്ടുവരാൻ ശ്രമിച്ച നമ്പി നാരായണൻ ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? ഈ ചിത്രം കാണുക. മംഗൾയാന് വിജയാശംസ നേർന്ന് ഫ്രണ്ട്സ് ഓഫ് ട്രിവാൻഡ്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നടത്തിയ തേങ്ങയടി ചടങ്ങിൽ തേങ്ങ ഉടയ്ക്കുന്ന പഴയ നമ്പി നാരായണൻ്റെ ചിത്രം മാതൃഭൂമി നഗരം പേജിൽ നമ്മൾ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണം. നൈസ് ഡേ, ഗുഡ് ബൈ.